ഇന്നലെ എന്തായാലും അടിപൊളി ഒരു കളിയായിരുന്നു ഇന്ത്യയുടെ. ഏതാ അവിടെ കണ്ട മറ്റേ ആ പാറ പൊട്ടിക്കുന്നിടത്ത് ഒരു വിഷയം നീ അറിഞ്ഞായിരുന്നു? ഓ നമ്മളെ പുളിക്കൻ പാറല്ലേ? പുളിക്കൻ പാറയല്ല, നിങ്ങളുടെ നാട്ടിൽ പാറകളുടെ വിഷയങ്ങൾ മാത്രമേ ഉള്ളല്ലോ മൊത്തത്തിൽ. അത് പാറമടയും പാറ എല്ലായിടത്തും ഉള്ളതല്ലേ, അത് പ്രകൃതിയുടെ സംഭവമല്ലേ. അത് ഈ കാട്ടിൽ താമസിക്കുന്നവർക്ക് അയ്യോ പിന്നെ നിങ്ങൾ വലിയ പട്ടണത്തിലാണല്ലോ താമസിക്കുന്നത്. ഞങ്ങളും പാറയുള്ള പ്രദേശം, പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോ ഇച്ചിരി കൂടെ ഡെവലപ്പാണ്. ഞങ്ങളുടെ നാട്ടിലെ പാറ കൂടുതലുള്ളത് നിങ്ങളുടെ നാട്ടിലേക്കാട്ടിലും. എവിടെ? നിങ്ങൾക്ക് നാട്ടിൽ കുറച്ച് തോടും അരുവിയും. ഞാൻ മല്ലപ്പള്ളിക്കാരനാ, പക്ഷെ എന്റെ നാട്ടിന്റെ പേര് ചുങ്കപ്പാറ. അതിൽ തന്നെ ഉണ്ട് പാറ. കാഞ്ഞിരപ്പള്ളിക്കാരനാ, എന്റെ ഗ്രാമത്തിന്റെ പേര് പുളിക്കൻ പറയുന്ന. പത്തനംതിട്ടയിലെ തന്നെ മെയിൻ ഒരു പാറയാണ് നാഗപ്പാറ. ഏറ്റവും വലിയ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അങ്ങനെയാണ് എരുമേലെ ഏറ്റവും പണ്ട് ചന്ദനക്കുടം പാട നടന്നോണ്ടിരുന്ന നേർച്ചപ്പാറ. പണ്ടത്തെ കാര്യം പറ, ഇപ്പോഴത്തെ കാര്യം ഇപ്പോഴും ഉണ്ടല്ലോ നേർച്ചപ്പാറ. നേർച്ചപ്പാറ രാവിലെ മാലിസ വരുന്നുണ്ട്. മാലിസ വരുന്നുണ്ട്. മാലിസ പിന്നെ പാറകൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മെയിൻ പത്തനംതിട്ട ടൗൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വലിയ പാറ കണ്ടിട്ടുണ്ടോ? ആ പാറയ്ക്ക് ഒരു പേരുണ്ട്, പക്ഷെ എനിക്ക് അറിയത്തില്ല. എന്നാ ഞാൻ പറയാം, ചേപ്പുംപാറ ഉണ്ടല്ലോ. എവിടെ? ചേപ്പുംപാറ. ചേപ്പുംപാറ ഞാൻ ആദ്യം കണ്ടു വെക്കുക. ആ ചേപ്പുംപാറ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പെരുമ്പാറ കേട്ടിട്ടുണ്ടോ? പത്തനംതിട്ടയിലല്ല. പെരുമ്പാറയോ? അതേത് പറയാ? അത് പെരുമ്പാറ. നിങ്ങൾ പറഞ്ഞ പോലെ വലിയ ചന്ദ്രക്കുടം ഇപ്പോഴും നിലവിൽ നടന്നോണ്ടിരിക്കും, മുമ്പല്ല ഇപ്പം നടക്കുന്ന. ഊട്ടുപാറ കേട്ടിട്ടുണ്ടോ? ഊട്ടുപാറ കേട്ടിട്ടുണ്ട്. ആ ഊട്ടുപാറ ഞങ്ങളുടെ നാട്ടിലല്ലോ. അത് നിങ്ങളുടെ നാട്ടിലെ മൊത്തമല്ല, ഞങ്ങളുടെ നാട്ടുകാരും അവിടെ വരുന്ന. അത് തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയൊരു വ്യത്യാസമുള്ളൂ. പത്തനാട് ഇടയപ്പാറ ഉണ്ടല്ലോ. ഇടയപ്പാറ പത്തനാട് കോട്ടയം ഡിസ്ട്രിക്ട് ആണ്. പിന്നെ പത്തനാട് ഒരു പ്രാവശ്യം കോട്ടയം ഡിസ്ട്രിക്ട്. അങ്ങനാണെങ്കിൽ ഞങ്ങളുടെ കിടക്കുന്നു പെരുമ്പാറ, പെരുമ്പാറ, നാഗപ്പാറ, ചുങ്കപ്പാറ, വഞ്ചികപ്പാറ, തേവരപ്പാറ, മുണ്ടുകുത്തിപ്പാറ. അപ്പൊ നിങ്ങളുടെ നാട്ടിലെ ആ പാറ ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യില്ല. പിന്നെ ഞങ്ങളുടെ വർക്കോട് തീരുകയല്ലോ. എന്നെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് കമന്റ് ചെയ്തു. ഓക്കെ ബൈ ബൈ.